ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. കുനിഞ്ഞിരിക്കല്ലേ, എണീറ്റിരിക്കും. ഗോൾഡ് നമുക്ക് ആവശ്യമില്ല. നമ്മളുടെ തപ്പിയൊന്നും പിന്നെ ഡയമണ്ടാണ്. അങ്ങടല്ല പോണ്ടേ, അപ്പുറത്തേക്കാ പോണ്ടേ ഗൈസ്. അതായിരിക്കുന്നു ഒരു ഡയമണ്ട്. പിന്നെ ഞാനാണിത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ലക്ഷ്യ. എന്നിട്ട് ഞാൻ തന്നെയാണ് ഡയമണ്ട് കണ്ടുപിടിച്ചത്. ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ഒരു ഫ്രണ്ടാണ് എവിടെന്നാണിത് പറക്കിയാന്ന്. അപ്പൊ ആ ഒരു ഫ്രണ്ടിന് വേണ്ടി മാത്രം. പിന്നെ വല്ല ഡയലോഗ് അടിക്കാനൊക്കെ ഫ്രണ്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പ്രാന്തായാന്ന്. ഞാനൊക്കെ കൊബിളിച്ചോണി വെക്കണ്ട, എനിക്ക് കുഴിക്കാൻ പറ്റും. വേണ്ടിട്ട് ഓരോ പണി ചെയ്തോളൂ. സ്റ്റോൺ അതിന്റെ ചുറ്റില്ല, ഒരൊറ്റെണ്ണുള്ള ഡയമണ്ട് താഴേക്ക് നമ്മുടെ ഡയമണ്ട് പോണേ. കിട്ടിയാണ് ഡയമണ്ട് അവിടെ കിടക്കുന്നു. കിട്ടി, ഡയമണ്ട് കിട്ടി. ഡയമണ്ട് കിട്ടിയേ, ഡയമണ്ട് കിട്ടിയേ. ഇനി നമ്മളെ അവിടെ അടിച്ചിരിക്കണം. കണ്ട സീഡൊക്കെ കുഴിച്ചിടാൻ പറ്റുന്നേ. ആ ലാവ കണ്ട, ലാവ കണ്ട, ലാവ കണ്ട, ലാവ കണ്ട, ലാവ ലാവ അങ്ങോട്ട് പോ, ലാവയുടെ അടുത്തേക്ക് പോകണം. നമ്മൾ ലാവയുടെ ലാവ കണ്ട നമുക്ക് തീ പിടിക്കും. എന്നാലും ശീല അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് ചാടണം. തീ പിടിച്ചോട്ടെ, കുഴപ്പമില്ല. നിക്കൊരുത്തിൽ നിക്കണം. ചാടി നിക്കൊരു. അവിടെ ഒരു ഡയമണ്ട് നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. നമ്മുടെ തൊട്ടപ്പുറത്തുണ്ടോ? സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് കുഴിക്കല്ലേ, അത് പോവും. ഈശ്വര, ഈ ഒരു ഡയമണ്ട് ഇപ്പനെ പോയേനെ. ഇപ്പൊ തന്നെ ആ ഡയമണ്ട് പോയേനെ ഗൈസ്. സീഡൊക്കെ എടുത്ത് കഴിഞ്ഞു. മുകളിലേക്കൊക്കെ ഒന്ന് നോക്കിട്ട് പോവാം. വിഷമിക്കാണ്ടിരിക്കണം. അവിടെ ഗൈസ് നമുക്ക് ഒരു ഡയമണ്ട് ഒന്നല്ലേ കിട്ടുക. അവിടെ അതിന്റെ പില്ലർ ചെയ്തോട്ടെ. അതിന്റെ ചുറ്റൊന്ന് കുഴിച്ചു കൊടുത്ത് നോക്കാം. ചാട് ചാട്. അത് കുഴിച്ച് കളാം. മോസ് ബ്ലോക്ക് മുകളിലത്തെ അതാ നമ്മളുടെ അയൺ പിക്കാക്സ് തന്നെ എടുത്തിട്ടാ. സ്റ്റോൺ പിക്കാക്സ് ഒക്കെ എടുത്ത് അത് പോവും. ഡയമണ്ട് സൈഡിലൊക്കെ ഡയമണ്ടാ. ഇപ്പൊ നിങ്ങൾ കണ്ടൂല എവിടെന്നാ കിട്ടിയെന്ന്. ഫ്രണ്ടിന്റെ സംശയം അറിയില്ല. ഇത് കാണുമ്പോഴല്ലേ മാറുള്ള സംശയം. ആ മോസ് ബ്ലോക്ക് ഒക്കെ കുഴിച്ചാ. സോൾ സാൻഡ് ഒക്കെ കുഴിച്ചു. ഡയമണ്ട് നമ്മുടെ താഴെ എത്തണം. കിട്ടി, 2 കിട്ടി. ഇത് കുഴിക്കണം. ഇനി ഇവിടെ വേറെ കൊറേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എത്ര ഡയമണ്ട് കിട്ടി? 8 കിട്ടിയാ? 8 കിട്ടിയിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളോ. ഇനി അങ്ങോട്ട് ദൂരേക്ക് പോണം. കോള് എവിടെയെങ്കിലും കണ്ടത് ഇട്ടോട്ടാ. ഒന്നും കാണാനില്ല. പോണേക്കില്ല. ഒഴിച്ച് പോണ്ട ഗതി വരും. റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഉണ്ട്, പക്ഷെ അത് നോക്കിയിട്ടല്ലെങ്കിൽ വന്നത്. നമുക്ക് വേണ്ടത് ഡയമണ്ട്. അപ്പുറത്ത് ലാവയാ. ലാവയുടെ അടിയിലൊന്നുമില്ല. ലാവയുടെ അടിയിൽ ഗോൾഡ് ഉണ്ട്. റെഡ് സ്റ്റോൺ വന്നുണ്ട്. ലാവ ബക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട്. ബക്കറ്റിൽ കുറച്ച് ലാവ എടുത്തേ. അങ്ങോട്ട് പോകണ്ട, ബക്കറ്റിൽ കുറച്ച് ലാവ എടുത്ത് പോണേക്കൊക്കെ ഒഴിക്കാം. അപ്പൊ കുറച്ചെങ്കിലും പ്രകാശം കിട്ടും. ഗ്ലോബറി കിട്ടി നോക്കിയാ പോയേ. ഒരു ഗ്ലോബറി മാത്രം പൊട്ടിച്ചു കൊടുത്താ. നമ്മള് ഗോൾഡ് അവിടെ ഉണ്ട്, അത് നിങ്ങൾ കാണാണ്ടല്ല. ഗ്ലോബറി കൈ കൊണ്ട് പൊട്ടിച്ചാലും മതി. ഷിയേഴ്സ് എടുത്ത് പൊട്ടിക്കണം. പിന്നെയുള്ളതാണ് ഗ്ലോബറി. എന്താണ് ഗ്ലോബറിന്ന് ശരിക്കും അറിയില്ല. ഞാത്തിയാ വെളിച്ചം വരും. ഗ്ലോബർ എടുത്ത് വരണം. ഞാത്തിയേ ഇൻവെന്ററി തുറക്ക്. ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു മൈതാനം പോലെ ഒരു സാധനം. അവിടെ ഇവിടെ കണ്ട റെഡ് സ്റ്റോൺ ഡസ്റ്റുമ്പോ പോയി തൊട്ടാ മതി. ഗ്ലോബർ എവിടെയെങ്കിലും ഞാത്താൻ പറ്റുമെന്ന് ഡയമണ്ട് അവിടെ ഒരു ഇത് വെക്കി, ബ്ലോക്ക് വെക്കിങ്ങനെ. അയ്യത് തിന്നാനേ പറ്റുള്ളൂ. മറ്റേ ആ ലാവ ബക്കറ്റ് കൊടുന്ന എന്തായാലും നന്നായി. നിന്റെ സൈഡിൽ ഇവിടെ ഒന്നും ഒഴിക്കല്ല. ലാവ ഒഴിച്ചാൽ സീനോ. അവിടെ ലാവ ഒഴിക്കുക, അപ്പോൾ വെളിച്ചം കിട്ടും നന്നായിട്ട്. ഡയമണ്ട് തന്നെയല്ലേ ഇത്? നോക്കത് ഡയമണ്ട് അല്ലേ? ഡയമണ്ട് ചുറ്റും ലക്കിനായിട്ടത് ഈരാണ്. ലക്കിയായി പോയി. അതേതോ സ്ഥലം? അല്ല, വീണ്ടും പോയിട്ട് നീ ലാവ പറക്ക്. ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ലാവ ഒഴിച്ചത്.
ആദ്യമായിട്ടാണ് ഈ സ്ഥലം പ്രോപ്പറായിട്ട് ഇതാക്കണേ. പോടേ ഇവിടെ ഒന്നും ഡയമണ്ട് തന്നെ ഇല്ല. ഡയമണ്ട് ലാവേന്ന് പറഞ്ഞ കനലിനേറ്റ് വീണ ചവിട്ടാ ആ പോണ സാധനം. അവിടെ നിന്നൊന്നും കോരാൻ പറ്റില്ല, അത് ഒഴുക്കുള്ള ലാവ. ഓക്കെ, അവിടെ നിന്നൊക്കെ കോരാൻ പറ്റും. ഈ സീഡി കാണുമ്പോൾ ഞാൻ ഡയമണ്ടാണെന്ന് വിചാരിക്കുന്നത്. അത് മൈൻഡ് ചെയ്യണ സാധനം ഞാക്കണം. അത് കേൾക്കിറങ്ങല്ലേ, കേറിക്കേന്ന് കേറി. ഇവിടുന്ന് എവിടുന്നെങ്കിലും ഇല്ലാവ കാച്ചിക്കോ കുറുക്കിയലാവേമേ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിക്കോവേത്. അത് മിന്നിണ്ട്. ഇനി അപ്പുറത്തേക്ക് കിടക്കണം നമുക്ക്. ബക്കറ്റ് വേണം, ബക്കറ്റിൽ കുറച്ച് ലാവോര്. മറ്റേ പുല്ല് കത്തി പിടിക്കോ? പ്ലേറ്റ് ഉണ്ട്, അത് എടുത്തോ. മോസ് ബ്ലോക്ക് ഒന്ന് വെച്ചോ അതിൻ്റെ മേളിലെ. മോസ് ബ്ലോക്ക് ഒന്ന് വെച്ചോ, അത് കത്തി പോവാന്ന് നോക്കാറ്. അവിടേക്ക് നിനക്ക് എത്തില്ല, നീ ലാവയുടെ ഉള്ളിൽ വെച്ചേ മോസ് ബ്ലോക്ക്. അതിൻ്റെ കുറച്ചിൻ്റെ അടുത്തേക്ക് പോയിട്ട് വെച്ചു. നിനക്ക് ഇത്രയ്ക്ക് പേടിയാണ് ലാവ, അത് കത്തില്ല. കുറച്ച് ലാവ കുറയ്ക്കട്ടോ. ലാവയുടെ ഉദ്ഘാടന അങ്ങ് മേലെയാണ്. കുറച്ചങ്ങോട്ട് ബ്രിഡ്ജിൽ പോകും. ഇരിക്കി കുമ്പടന്ന് ഇരിക്കി. അപ്പൊ അതൊക്കെ ബ്രിഡ്ജ് ചെയ്ത് പോവാം. ഗൈസ് ലാവയിലിരുന്നിട്ടുള്ള പണിയാണ്. എനിക്ക് പേടിയല്ല, അതങ്ങോട്ട് പറഞ്ഞേ. മര്യാദക്ക് കുത്തണം. സോട്ടെ ഇങ്ങനെ സ്ലോ മോഷനിലാണ് ചെയ്യാ. ഈ കുത്ത് ക്രോസ് ഇവിടെ ചാടിക്കോ, സേഫാ നീ. ചാടി മുകളിലേക്ക് ലാവയില്ല. ലാവാന്ന് പറയുന്ന സാധനം തന്നെ ഇവിടെ ഇല്ല. ഒരു വെളിച്ചത്തിന് വേണ്ടിയില്ല. ആദ്യമായിട്ടാണ് ഇത് ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ലൂട്ട് ചെയ്യണത്. അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ വരുന്ന ഡൈനിങ് പിടിക്കുന്ന പോകുന്നു. ഇതെന്ത് വെള്ള ലോട്ടസ് ലീഫാണത് പറിച്ചെടുത്തത്. നമ്മുടെ അവിടെ കായലിലൊക്കെ കൊണ്ടിടാം. ഇനി മുകളിലേക്ക് നോക്കിയിട്ട് പോയി നേരെ മാത്രം നോക്കാണ്ട്. ഞാൻ പറയട്ടെ, നീ ഇപ്പോൾ ഒരു കോർണറിലേക്കാണ് പോണത്. ഇപ്പോൾ വലിയൊരു കേവാണ്. ആ ലോട്ടസ് ലീഫ് പറിച്ചെടുത്തിട്ട് വണ്ടി കിട്ടുകയാണ്. നമ്മുടെ അവിടുത്തെ കായലിലൊക്കെ ഞാത്താം. അയ്യോ, ഇതാണ് ലോട്ടസ് ലീഫ്. ബക്കറ്റിൽ കുറച്ച് വാട്ടർ സെറ്റ്. ഗോൾഡ് കൂടി മൈൻ ചെയ്താലോ ഞാൻ വിചാരിക്കുന്നത്. ഇതിനാ ഗോൾഡൊക്കെ. എടി ഇതിൻ്റെ സൈഡിൽ കൂടെ പോകാൻ പറ്റൂടി. സൈഡിൽ കൂടെ തീ പിടിക്കാണ്ട് പോവാനുള്ള വഴിയൊക്കെ ഇവനറിയാം, ഉണ്ണിക്കുട്ടാനറിയാം. ചുറ്റിക്കൊണ്ടല്ലോ. അല്ല അവൻ്റെ ആവട്ടെ. ഓക്കെ സെറ്റ്. ആര്യൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പേരൊക്കെ വിളിച്ച് പറഞ്ഞു. ഇവിടെ എവിടെയും ഡയമണ്ട് ഇല്ല. ഇട്ടോ നീ ഡയമണ്ട്. ഈ കേവിലൊന്ന് പോയാ അത് വണ്ട കേവാണ്. ഇരുന്നോ, നേരെ ലാവയാ. അപ്പൊ എണീറ്റ് വിട്ടോ. സോമാ അയ്യണടാ, എനിക്ക് അയ്യാൻ ആവശ്യമില്ല. ഇതിൽ അയ്യാൻ പിക്കാക്സ് ഉണ്ട്. കണ്ടാ ടഫൊക്കെ വെച്ചാൽ ഞാൻ ചെയ്യണം. ലോട്ടസ് മതി. അത് കത്തിച്ചിട്ടുണ്ട്. ടഫ് ഭയങ്കര ടഫായിരുന്നു. പക്ഷെ ഇവിടെ എവിടെയോ ഒരു ഡയമണ്ട് കാണുന്നില്ല. എനിക്കത് ഇഷ്ടമായില്ല. ഈ മൗസ് ബ്ലോക്കിന്റെ ഉള്ളിലൊക്കെ ഇരിക്കണ്ടാ. നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പേരെന്നെ പറഞ്ഞത് ലഷ്കെ എന്നുള്ള പേരെന്നെ പറഞ്ഞത് വേറെ ഏതോ ഒരാളാണ്. അതിന്റെ അടുക്ക് ഒരു ഒറ്റയാനായിട്ട് സാധനം നിൽക്കുന്നു. അതുമില്ല. വന്ന വഴി വിട്ടോ. ലാപ്പിസ് എടുത്ത് നോക്കിയാലോ. ഞാൻ അടിയിലേക്ക് ഇറങ്ങിയിട്ടല്ലാണ് വേണ്ടത്.
എന്നിട്ട് ആ സൈഡിലൂടെ പോണം. ഇങ്ങോട്ടാണ് പോകേണ്ടത്. എന്നിട്ടില്ല ഡസ്റ്റ് ഫ്ലൈറ്റ് ഒന്നും പ്രശ്നമില്ല. ഈ സൈഡിലെങ്ങാനും വരമ്പത്തെങ്ങാനും ഉണ്ടാകണോ? നമ്മൾ ഓർമ്മ വയ്ക്കുന്നുണ്ടാവും, നമ്മളെ പക്ഷെ അത് കാണില്ല. അത്രയ്ക്ക് പൊട്ടന്മാരാ. വെള്ളത്തിലാണ്. വെള്ളം പൂളേട്ടാ, വെള്ളം പൂള. അപ്പുറത്തേക്ക് ഇങ്ങനെ ശിരിമ്പി ഇത് പോ. 10 മിനിറ്റ് ആയിട്ടാ. ഓക്കെ, അതിൻ്റെ മുകളിൽ നിന്ന് കിടന്നോട്ടെ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച കാരണം വേണ്ടി അതിന് മാത്രമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും വീഡിയോസ് കാണാൻ എല്ലാവരും പറഞ്ഞേ. അതിൻ്റെ ഉള്ളിൽ വലിയ ഡയമണ്ട്. ഈ സീഡ് ഉണ്ടല്ലോ, ഡയമണ്ട്. ഞാൻ പിന്നെ അങ്ങനെയാണല്ലോ കണ്ടതും കേട്ടതൊക്കെ. അത് ഇതിനെ പോയാലും മതി. പോയാൽ നമ്മൾ എത്തിയ സ്ഥലത്ത് അങ്ങോട്ട് ചാടിയേക്കല്ല കേട്ടാ. എവിടെയും കാണാറ് അടിസ്ഥാനം പിടിക്കണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ പോയിട്ടുണ്ടോ? അങ്ങനെ പോയോക്ക്. ലാവ വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പോകണം. വെളിച്ചം വേണം, അപ്പൊ ലാവയാണ് വേണ്ടത്. വെളിച്ചം ദുഃഖമാണ്. ഇങ്ങോട്ട് നമ്മൾ പോയിട്ടുള്ളതല്ലേ? ആ, ഞാൻ തേജസ് റോക്കി ബായുടെ ഗോൾഡ് മൈൻ ചെയ്യാൻ പോയതാണ്. ഓടിക്കോ, അവിടെ എവിടെയും കാണാറ് അടിസ്ഥാനമൊക്കെ പിടിച്ച് വീട്ടിക്കോ. ഇങ്ങോട്ട് ഞാനൊരു വട്ടം വന്നതല്ലടാ. നീയല്ല, ഞാനാ വന്നതാണ്. റോക്കി ബൈയുടെ ഗോൾഡ് എടുക്കാം. വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്ന്. അപ്പൊ ഇത്രയുള്ള ഈ വീഡിയോ. അതെ ഗൈസ്, ഈ ഒരു പാർട്ട് തന്നെ ഇവിടെ വെച്ച് അവസാനിക്കണം. അപ്പൊ എല്ലാവർക്കും ബൈ.